നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ശേഷം കോമാളിയായ ഏകനാഥ് ഷിൻഡെയുടെ ദയനീയമായ ദാരുണ കഥ പറഞ്ഞു ചിരിക്കുകയാണ് ഉദ്ധവ് വിഭാഗത്തിലെ നേതാക്കൾ മുഴുവൻ. അതെ, ഏകനാഥ് ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം പേരിന് മാത്രമാണ്. വകുപ്പുകളൊന്നും തന്നെ സുപ്രധാനമല്ല. ആഭ്യന്തരമില്ല, ധനകാര്യമില്ല, എന്തിനധികം പറയുന്നു, എക്സൈസ് പോലുമില്ല. അതായത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വകുപ്പും ഷിൻഡെയ്ക്ക് കൊടുത്തില്ല. BJPക്കും അജിത് പവാറിനും വേണ്ടാത്ത വകുപ്പുകൾ, അതായത് അവർക്ക് സുപ്രധാനമല്ല എന്ന് തോന്നിയ വകുപ്പുകളെല്ലാം കുത്തിക്കയറ്റി നൽകിയിട്ടുമുണ്ട്. എന്തൊരു ഗതികേടാണ്! 57 MLA-മാരുണ്ട്, പക്ഷേ ഷിൻഡെയ്ക്ക് സ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല. കഴിഞ്ഞ തവണ, അതായത് ഉദ്ധവ് താക്കറെയുടെ മന്ത്രിസഭയിൽ ഷിൻഡെയ്ക്ക് ഇതിലും മികച്ച വകുപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഷിൻഡെയ്ക്ക് മികച്ച രീതിയിൽ പൊതുപ്രവർത്തനം നടത്താനും കഴിഞ്ഞിരുന്നു. എന്നാൽ പൊടുന്നനെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ മട്ടും ഭാവവും അങ്ങ് മാറി. അദ്ദേഹം താനാണ് ശിവസേന കണ്ടുപിടിച്ചത് എന്ന രീതിയിൽ വരെ പല വേദികളിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി. ബാൽ താക്കറെയോടൊപ്പം ശരിക്കും പ്രവർത്തിച്ചത്, തൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ പ്രവർത്തനം തുടങ്ങി. രാജ് താക്കറെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയും കണക്കിന് വിമർശിക്കുകയും ചെയ്തു. ഉദ്ധവ് താക്കറെ ബാൽ താക്കറെയുടെ മകനാണോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്ന രീതിയിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഡിഫമേഷന് കേസ് കൊടുക്കണം എന്ന ആവശ്യം കൃത്യമായി ഉദ്ധവ് വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിർണായകമായ പല കാര്യങ്ങളും. എന്നിട്ടൊടുക്കാം ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയ്ക്ക് കിട്ടിയത് വലിയ തിരിച്ചടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഷിൻഡെ വിഭാഗത്തിലെ ഒരു നേതാവ്, അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രനായി മത്സരിച്ച് കഴിഞ്ഞ തവണ വിജയിച്ച അദ്ദേഹം ഇത്തവണ ഷിൻഡെ വിഭാഗത്തിൻ്റെ കൂടെയാണ് നിന്നത്. നരേന്ദ്ര എന്ന MLA ഇത്തവണ ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് ജയിച്ചെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടാത്തതിനെ ചൊല്ലി അദ്ദേഹം ക്യാമ്പ് വിട്ടു. ഇങ്ങനെ നിരവധി നേതാക്കൾ ക്യാമ്പ് വിടാൻ ഒരുങ്ങി. ഇപ്പോൾ 57 MLA-മാർ ഉണ്ട് എന്ന് പ്രധാനമായും പറയുന്നെങ്കിലും 42 പേർ മാത്രമേ യഥാർത്ഥത്തിൽ ഷിൻഡെയോടൊപ്പമുള്ളൂ. ഇനി ഏറ്റവും പ്രധാനം, അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പ്രതിപക്ഷമില്ലല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുകയാണ് മഹായുതി സഖ്യം. എന്നാൽ അങ്ങനെ ഒരു പ്രമേയം കൊണ്ടുവരാൻ ധൈര്യം കാണിച്ചാൽ ഷിൻഡെ വിഭാഗത്തിൽ എത്ര MLA-മാരുണ്ട് എന്ന് കൃത്യമായി അറിയാം. അതേതായാലും 40-നപ്പുറം പോകത്തില്ല എന്ന ഉദ്ധവിൻ്റെ ആ വാക്ക് ശരിവയ്ക്കുകയാണ്.